വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വ്യക്തി കൂടെ. നമ്മൾ ഇന്ന് ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളിന്ന് എവിടെയാണുള്ളത്? കൊച്ചി. അപ്പോൾ വളരെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ നിശ്ചയമാണ്. നമ്മൾ അന്ന് പറഞ്ഞില്ലേ നമ്മൾ സാരി എടുക്കാൻ പോയപ്പോൾ എൻഗേജ്മെന്റ് ആയിരുന്നു. സോറി. അപ്പോൾ അതിന്റെ വീഡിയോ താഴെ നമുക്ക് ലിങ്ക് കൊടുക്കാം. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിലാണുള്ളത്. കൊച്ചി ഇപ്പോൾ ആദ്യത്തേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണ്? ഗുഡ്വിൽ കളക്ഷൻ എന്നൊരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഓട്ടോയിലുള്ളത്. ഒറ്റയ്ക്ക് ഇട്ടൊരു വ്യക്തി ഇരിക്കുന്നത്. പക്ഷേ രാവിലെ ഇട്ടതായിരുന്നു. പക്ഷെ വേർപ്പിന്റെ അസുഖം നല്ലോണം ഉള്ളതുകൊണ്ട് വേർപ്പിന്റെ അസുഖം ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് എല്ലാം ഇതായിപ്പോയി. ഫുൾ വീട്ടിൽ നമ്മൾ നോക്കി നടത്തിയത്. പക്ഷെങ്കിൽ എല്ലാം പോയി. ഇവിടുന്ന് എല്ലാം ഇങ്ങനെ ഒട്ടി പോയി. പാവം ഇങ്ങനെ ഒലിച്ചു പോയി ഫുള്ള്. അപ്പൊ ഇപ്പൊ ഇന്നലെ ഒരു ലോ വാങ്ങിട്ട് തുടക്കുന്നില്ല. ഇപ്പൊ ഇരുന്നിട്ട് ഇപ്പൊ കൈ ഫുള്ള് വേർക്കുന്നുണ്ട്. നമ്മൾ കൊച്ചിയിൽ ഊബർ പിടിച്ച്. കൊച്ചിയിൽ ഊബർ. ബാംഗ്ലൂരിൽ മാത്രല്ലടാ, കൊച്ചിയിലുണ്ടാ ഊബർ. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെയാണ് നിശ്ചയം. അതെ. പക്ഷെ ഇന്ന് നമ്മുടെ കലാപരിപാടികളൊന്നും ഉണ്ടാവില്ല. പോകുന്നു, കിടന്നുറങ്ങുന്നു. കാരണം ഇന്നലെ നമ്മൾ ഉറങ്ങിയില്ല. ആദ്യം 3 ദിവസമായി ഉറങ്ങിയിട്ട് അല്ല ബനേച്ചി? അതെ, ഞാൻ ഒരു ദിവസം പാവാദി. ഇതുകൊണ്ടാണ് നമ്മള് കല്യാണം ഒന്നും കഴിക്കാതെ, നിശ്ചയൊന്നും ചെയ്യാത്ത. കയ്യെല്ലാം ഇപ്പൊ ഉറങ്ങാണ്ടിരിക്കാൻ ഉറങ്ങായി. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഗുഡ്വില്ലിൽ പോയി പറയുന്നത്. ഗുഡ്വിൽ അല്ലെങ്കിൽ വേറെ ഗുഡ്വിൽ അല്ലെങ്കിൽ ഉർവശി. ഈ 2 സ്ഥലങ്ങളിലെ സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോ അവിടെ വിട്ടാളാം. ബൈ ബൈ. നമുക്ക് എന്തോ പറ്റിയെന്നുണ്ട്. കാണിച്ചാ ചേച്ചി എന്താ അത്? കല്യാണ പെണ്ണ് കയ്യില് മൈലാഞ്ചി ഓട്ടോയിലിരുന്ന് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഫുള്ള് മേത്താക്കി. കൈ എല്ലാം കുപ്പായത്തിൽ വേദനിട്ടിട്ടുണ്ട്. ഇത്ര ഫണ്ട് പറയാനുള്ള കാരണം അത്ര ഫണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ എടുത്തു പോയി. എത്ര ഫണ്ടെന്നാ ഉള്ളത്? നീ ചിരിക്കണ്ട, ഞാൻ ചിരിച്ചോളാം. എപ്പോഴും ആദ്യച്ചിന് ഊക്കാനാണ് എന്നോട് പറഞ്ഞു. ലാസ്റ്റ് ഊക്ക് കിട്ടിയതായിരിക്കും അപമാനം. ഒരു ടിഷ്യൂ പേപ്പർ മുഴുവൻ വാങ്ങി നമ്മള്. ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചു. നമ്മളൊരു പൂക്കാലം തന്നെ കൊടുത്തു. ആവശ്യം വരും നമുക്കറിയാം. അതുകൊണ്ട് മാത്രം വെക്കാൻ വേണ്ടിട്ട് ഇനിയുണ്ടത്ര 32. ഉറങ്ങുന്നില്ലേ? വാങ്ങാമോ? ഉറങ്ങി മതി. വേനെടുക്കുന്ന ഞാനിങ്ങനെ ഒരാള് മറ്റേ എന്തോ വലിയ എന്തോ സാധനം സെറ്റപ്പാണ്. ഫുള്ള് കുപ്പായത്തിലാക്കി. 10-30 വയസ്സുണ്ടേ. 30 ഇല്ല അല്ലേ? ആദ്യം എത്ര വയസ്സുണ്ടെന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ഇടുക. കുപ്പായത്തിന് മുഴുവനാക്കി. പക്ഷെ മൈലാഞ്ചി ഇട്ട് നല്ല രസമുണ്ട്. കാണിച്ചു കൊടുത്താ ചേച്ചി മൈലാഞ്ചി? അതാണ്ടിന്നോട്ടെ മൈലാഞ്ചി കാണിച്ചു കൊടുക്ക. ഓട്ടോറിക്ഷയിലിരുന്ന് ഒന്നും കാണുന്നില്ല എനിക്ക്. ബാക്കിൽ നല്ല നാളെ കാണിച്ചല്ലോ. നാളെ ഫുൾ കല്യാണ ഡ്രസ്സ് ഇടുന്നത് ഫുൾ സെറ്റിലായിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു എന്നാന്ന് എൻഗേജ്മെന്റ് എന്ത് ഡേ ആണ്? പ്രീ എൻഗേജ്മെന്റ് ഡേ. എന്തെല്ലാം കാണണം ഭഗവാന്. ഇനി ഇത് രാത്രിക്ക് പൊന്നച്ചിന്റെ ഒരു മൈലാഞ്ചി ഷോ ഉണ്ട്. ആടെ വരുന്ന എല്ലാവർക്കും മൈലാഞ്ചി കൊടുക്കാൻ പറഞ്ഞില്ലേ? ഇല്ലില്ല, ഇന്ന് ഇരുന്ന് ഉറങ്ങും. ചേച്ചി അമ്മായി വേറെ വരൂലേ? അവർക്കൊന്നും ഇട്ടുകൊള്ളു. ഞാൻ പ്രൊഫഷണൽ. പിന്നെ പൊന്നൂച്ചി പണ്ടേ പ്രൊഫഷണൽ അല്ലേ? എന്നാലും ആദ്യം തൂക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ എന്നോട് പറഞ്ഞിട്ട് സ്വന്തം തൂക്കില്ലേ അകപ്പെട്ടൊരു വ്യക്തി. അപമാനം. ഇതിനെല്ലാം
ഇച്ചിരി ഒരു ദിവസം കിട്ടും. ഞാൻ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഡിഫീറ്റ് ആക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് അതൊക്കെ ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കും. മനസ്സിലായോ? എന്താ പറയണ്ട, സ്പിരിറ്റ് മാത്രമേ. എനിക്കൊന്ന് എഴുതി പഠിച്ച കോമഡിയാണെന്ന്. കുറച്ച് അടിക്കുന്നുണ്ട്, കുറച്ച് ഫണ്ണടിക്കുന്നുണ്ട്. എനിക്കൊന്ന് എഴുതി പഠിച്ച അയ്യോ കൈ എന്റെ ഫോണ്. എനിക്കൊന്ന് എഴുതി പഠിച്ച എന്തോ ഫണ്ണാന്ന്. എഴുതി പഠിച്ചിരുന്നല്ലോ. ഇതും ഞാനുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഇൻബോൺ ആയിട്ടുള്ള കഴിവാണ്. ഒരിക്കലും അല്ല. ജനിച്ചപ്പോ തൊട്ടേ എനിക്ക് ഞാൻ അത്ര സ്റ്റാൻഡേർഡ് കളി അടിക്കുന്നത്. പക്ഷെ പൊന്നുവെച്ച് എങ്ങനെയാ എന്താണ് അപ്പൊ ഇതൊന്നും മിണ്ടൂല. കുറച്ച് സമയത്തേക്ക് സൈലൻസ് ആയിരിക്കും. അപ്പൊ മാന്യതയായ എന്റെ സങ്കടത്തിലാണ്. ആ കണ്ണൊന്നും തുറക്ക്. ഞാൻ ഉറങ്ങട്ടെ ഗൈസ്. ഇതൊക്കെ ഇത് നമ്മൾ ഗുഡ് വില്ലെത്തിയിട്ട് ഇടക്ക് ഫണ്ണൊന്നും വന്നില്ലെങ്കിൽ ആദ്യച്ചിന്റെ കുറുമ്പൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അല്ല വീഡിയോ എടുക്കൂലായിരിക്കും. ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാം. ബൈ. പൊന്നുവെച്ച് ഡീൽ ചെയ്യും. പൊന്നുവെച്ച് എന്തോ വലിയ എന്തോ സാധനം ചോദിക്കുന്നുണ്ട്. ഫുൾ സെറ്റ് അല്ലേ ചേച്ചി? ഫുൾ സെറ്റ്. ഞാൻ ഉറങ്ങൂലെന്ന് പറഞ്ഞില്ലേ? ഞാൻ നോക്കുമ്പോ ടെൻഷനായി പോയി. മാലിടില്ലേ? ഇത് ഫുൾ എടുക്കുന്നുണ്ട്. പിന്നെ ആദേശിക്കൊണ്ടിരിച്ചെല്ലാം അത് വീട്ടിലെതിരെ കാണിച്ചതാ. എടുത്ത കല്യാണ പെണ്ണിന്റെ നിശ്ചയത്തിന്റെ മാല. ഇത് രസമുണ്ടോ ചേച്ചി? കുറച്ച് മങ്ങീനാ. നമ്മൾ എക്സ്ട്രാ സെറ്റ് ഇരുന്നോ? ഇരി രസമുണ്ട് അല്ലേ? അത് പോയി. ഓക്കെ, ഇതൊരു സെറ്റ്. ഇത് സീരിയസ് ആണ്. പക്ഷെ പിങ്ക് അല്ലേ? കൺസൊക്കെ വേണ്ട. ഇത് ഭയങ്കര ഓവറേജ്. ഇതിന്റെ മുകളിലും ഉണ്ട്. എക്സൈറ്റഡ് ആണോ? യോഗിന് പോവാല. ഉറക്കം വന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഇത് താടേതാ? ആകെ നോക്കണം. ഇവിടുത്തെ കളക്ഷൻസ്. പക്ഷെ പൈസ നോക്കിയപ്പോ പറ ഞെട്ടി. കൊറേ മാല പക്ഷെ ഒന്നും രസമില്ല. എല്ലാ സ്വനം ഒന്ന് മാത്രം. ആദ്യം അമ്മ നാളെ റെഡിയാവുന്ന പറയുന്നത് കല്യാണ പെണ്ണെന്ന് ആലോചിച്ചു. എല്ലാത്തിനും പൊന്നുവെച്ച് വേണപ്പാ. നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. കാരണം അല്ല എന്നാലും അത് സാധനം ഫുള്ള് കൂട്ടിട്ട് പോയി. നമുക്ക് ഉള്ള മാലനെ പോയി വേറൊരു മാല കൂടി സെറ്റ് ചെയ്തില്ലേ? അത് കൊള്ളാം.
റേറ്റ് കൂടുതലായിട്ടൊക്കെ പറയാം. ഇപ്പൊ 2000 കുറച്ചും കൂടുന്നു. ഇതിലേതും കൊടുക്കാറുണ്ടോ? ഇതിലേതെങ്കിലും ഇതില് വേറെ ഏതൊരു വെച്ചിനെ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നു. ഒടുക്കത്തെ പൈസ 4000 റുപ്യ ഓൾറെഡി വലിയ പൈസ സാധനം വാങ്ങി. പക്ഷെ ഇത് നമുക്ക് ചേരൂലല്ലോ, അങ്ങനല്ല നമ്മള് കോസ്റ്റ്യൂമിന് ചേരൂലല്ലോ. അത് ക്യാൻസൽ. മറ്റേത് അതാ നല്ലതല്ലേ പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. വലിയ പൈസയായി പോയില്ലേ? ഇല്ല, കടലക്കൊക്കെ വേണം. ഒരു നമ്മൾ 2 ദിവസം മുന്നേ വരണമായിരുന്നു അല്ലേ? നമ്മള് 27-ാം തീയതിക്ക് ശേഷം വരണമായിരുന്നു. ഇന്നത്തെ തിരക്കുണ്ടാവില്ലേ? എന്നിട്ട് സിനിമ ഇടുന്ന സാധനം എടുത്തു. ഇല്ലാട്ടോ നമ്മൾ ട്രൈ ചെയ്തു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതും ട്രൈ ചെയ്തു. എങ്ങനെ ക്ഷമ പഠിക്കാന്ന് ഇവിടെ വന്നാൽ പഠിക്കാൻ പറ്റും. എനക്കൊന്നും പറ്റുമല്ലേ ഈ പരിപാടി. വലിയൊരു ഇതൊന്നും തോന്നില്ല. മറ്റേതിനെ അപേക്ഷിച്ചിട്ടില്ല. എടുത്തിട്ടുണ്ട് ഫോട്ടോ. നമ്മൾ ഈ സാധനം ഇവിടെ ഒരാൾ വാങ്ങൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടത്തേക്ക് വന്നത്. നോക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് വാങ്ങണം. ഇപ്പൊ വലിയ പോലെ എന്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടുമാണ്. അത് രണ്ടിൽ ഏത് വേണമെന്ന് തീരുമാനിക്കും. രണ്ടും എടുത്തോ. 500 അയ്യോ, ഇതെങ്ങനെ സൂം ഔട്ട് ചെയ്യുന്നേ? അവസാനം ആദ്യം ക്ലീനപ്പിലും കൊടുത്ത് കടലക്ക തിന്ന് നമ്മൾ മീൻകുറ്റിയൊക്കെ വാങ്ങി. എനിക്ക് ഒരു വേറെ സാധനം അതിനകത്ത് ഫലമായി ആദ്യം ഓർണമെൻറ്റ്സ് കൊടുത്തു. ആദ്യം ക്ലീനപ്പ് ആക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിട്ടു. എന്നാ കടലക്ക വരുന്ന വിചാരിച്ചു. താങ്ക്സ്. ഇവിടുത്തെ കടലക്ക പറയാമെന്ന്. ഇവിടുത്തെ കടലക്ക നല്ല ക്വാണ്ടിറ്റിൻ്റെ 20 രൂപയ്ക്ക് കുറേയുണ്ട്. ബാംഗ്ലൂരിലില്ല. ബാംഗ്ലൂർ പറ്റിപ്പോ ഏതെല്ലാം വൃത്തിയായിട്ട മറ്റേ ഇതിലാക്കരുത്. എന്നപ്പോൾ അതിന് ഒരു പൂഴിയിൽ മണലിൽ നല്ല പുഴ. ഇവിടുത്തെ അപ്പുറത്ത് ചേറായി ബീച്ചിലെ പുഴ. ഇവിടെ ക്ലീനപ്പിന് 600 രൂപ. ബാംഗ്ലൂരിൽ ക്ലീനപ്പിന് 1000 രൂപ. റിച്ചിലാണ്. വീട്ടിലേക്ക് മാറിയല്ലോ നമുക്ക്. വരുമ്പോ ആദ്യം അല്ലാണ്ടാവും എന്റെ പേടി. സെപ്റ്റംബറിൽ കാണിച്ചത് മാത്രല്ല സൈഡിലൊക്കെ വലിയ സൈഡ് കടന്നു കഴിഞ്ഞു വെച്ച് എത്ര തിന്നുകൊണ്ടിരിക്കുന്നതിനൊക്കെ സമയം 1/2 മണിക്കൂർ ജലത്തിന്റെ പള്ളം എത്തുന്നു.
എന്നാ പറയുമ്പോൾ ഉച്ചയ്ക്ക് ചോറൊന്നിട്ട് നല്ലോണം കഴിച്ചിരുന്നു. എനിക്കറിയില്ല ഭയങ്കര കഴിച്ചോ നല്ല ഫുഡ് കഴിച്ചാൽ അങ്ങനെ ആ തോന്നുന്നു അതുകൊണ്ടാവുന്നു ഇതന്നെ ഇതെങ്ങനെ എനിക്ക് ഇതെല്ലാം എന്തിനാന്ന് എനിക്കറിയില്ല. ദേവിയേ ഫോട്ടോഷൂട്ട് നടത്താൻ പോലും നല്ല ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടായിട്ട് വരുന്നതായിരിക്കും. ഇത് എനിക്ക് നാളെ സെപ്റ്റംബർ എന്നാലും നാളെ പോകും ചിലപ്പോൾ ഡ്രസ് ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടി ഇതിന് പകരം. പക്ഷെ ഇത് ഊരാൻ പറ്റില്ല കാരണം ഇതിനുള്ളിൽ കയറ്റാൻ പറ്റി. അപ്പൊ ആദ്യത്തേക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗായ്സ്. തലവേദന എടുക്കുന്നു എനിക്ക്. ഇത്രയും നാൾ നമ്മൾ എന്താ വ്ളോഗ് ചെയ്യാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ വ്ളോഗ് ചെയ്യുന്നത്? നമുക്ക് കണ്ടന്റ് ഇല്ല. കണ്ടന്റിന് അങ്ങനെ നമ്മളങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെ പോലെ കണ്ടന്റ് ഇല്ലെങ്കിൽ കണ്ടന്റിനെ കുറിച്ച് നാശമുണ്ടാക്കുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു ഫാൻസ് ഒരുപാട് പേര് ചോദിച്ചു എന്താ ഇടാത്തെ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സമയം കിട്ടുന്നില്ല. പക്ഷെ സമയം അത്യാവശ്യമല്ലേ ഉണ്ട്, പക്ഷെ കണ്ടന്റ് ഇല്ല. ഇപ്പൊ കണ്ടന്റ് വന്നു. ഇനി വീട്ടിൽ പോയാൽ ഫുൾ കണ്ടന്റോട് ഫുൾ കണ്ടന്റ്. അതുകൊണ്ട് നമ്മൾ ഒരു മാസം ഡെയിലി വെറുപ്പിക്കും ഞാൻ. ഒരു ആരൊന്നും പഠിക്കണ്ട. കണ്ടന്റ് ഒരുമിച്ച് ഇടാനുള്ള പ്ലാൻ. യെസ് അത് ഞാൻ പിന്നെ കണ്ടില്ല. പിന്നെ വ്ളോഗില്ല. അപ്പം ഇതെന്ന് പറയുന്നത് കൊച്ചി എവിടെ വെച്ചിട്ട് സ്ഥലം എവിടെയാണ്? കോൺവെന്റ് ജംഗ്ഷനിലെ ഫാമിലി സലൂൺ എന്ന് പറഞ്ഞത് സലൂണിലാണ് നമ്മളുള്ളത്. ഗുഡ് വിൽ കളക്ഷൻസ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഉർവശി ആ സ്ഥലം ഉർവശി എന്തോ ഒരു സ്ഥലം മാലയെല്ലാം വെക്കുന്ന സ്ഥലം. ഗുഡ് വില്ലിന് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യാൻ കിട്ടുമല്ലേ? ഓക്കെ ഗൈസ്.